നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിലെ മമതാ ബാനർജിയുടെ ഭരണത്തിൻ കീഴിൽ ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിപ്പോൾ സന്ദേശ് ഖാലി നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയുടെ അടുപ്പക്കാരനുമായ ഷെയ്ഖ് ഷാജഹാനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽപ്പെടുന്ന സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ രംഗത്ത് വന്നതോടെയാണ് അവിടെ നടമാടുന്ന അതിക്രമങ്ങൾ പുറം ലോകം അറിഞ്ഞത്. ഷാജഹാനും കൂട്ടരും സമാന്തര ഭരണം നടത്തുന്ന ഇവിടെ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരകളാവുകയും ജോലി ചെയ്തതിന് അവർക്ക് പണം നൽകാതിരുന്നതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ എൻഫോഴ്സ്മെൻറ്റിലെയും CRPFിലെയും ഉദ്യോഗസ്ഥരെ ഷാജഹാൻ്റെ ആളുകൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഷാജഹാനും കൂട്ടാളികളും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതിന് ശേഷമാണ് ഇവിടങ്ങളിൽ നടമാടിയിരുന്ന അക്രമങ്ങളുടെ ഭീകരാവസ്ഥ വെളിപ്പെട്ടത്. കൊള്ളയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ബംഗാളിൽ നിത്യസംഭവങ്ങളായി തീർന്നിട്ട് വർഷങ്ങളായി. നിയമത്തെയും കോടതിയെയും അംഗീകരിക്കാതെ ഒരു വിഭാഗം ആളുകൾ അധികാരത്തിൻ്റെ ബലത്തിൽ പുളച്ചു മറിയുകയാണ്. ജനങ്ങളെ അടിച്ചമർത്തുന്നതും ആട്ടിപ്പായിക്കുന്നതും അരിങ്കൊല ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരു വിഭാഗം ഭരണത്തിൻ്റെ നിയന്ത്രണം കയ്യിലെടുത്തിരിക്കുന്നു. എന്തു വന്നാലും ഇവരെ സംരക്ഷിക്കുക എന്ന നയമാണ് മുഖ്യമന്ത്രി മമത പിന്തുടരുന്നത്. അധികാരത്തിൻ്റെ ബലത്തിൽ തൃണമൂൽ നേതാക്കൾ സ്വന്തം തട്ടകമാക്കി മാറ്റിയിരിക്കുന്ന സന്ദേശ് ഖാലിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് മമതാ ബാനർജി. സന്ദേശ് ഖാലിയിലെ ആക്രമത്തിൽ ആഴ്ത്തിയ ഷെയ്ഖ് ഷാജഹാനെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ടാണ് മമത കാണുന്നത്. ഇതുകൊണ്ടാണ് ഒളിവിൽ പോയി ദിവസങ്ങളായിട്ടും ഇയാളെ പിടികൂടാൻ ബംഗാൾ പോലീസ് തയ്യാറാവാത്തത്. സന്ദേശ് ഖാലി സന്ദർശിക്കാൻ അനുവദിക്കാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന അധ്യക്ഷനും കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി കടുത്ത വിമർശനമാണ് മമതാ സർക്കാരിനെതിരെ നടത്തിയത്. ഷാജഹാനെ സർക്കാർ സഹായിക്കരുത്, ഇപ്പോഴത്തെ ബഹളങ്ങൾക്കെല്ലാം കാരണം അയാളാണ്, അയാളെ ഒളിവിൽ കഴിയാൻ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കും, നിയമം ലംഘിക്കാൻ ഇയാൾക്ക് അധികാരമില്ല, ഇയാൾ കോടതിയിൽ കീഴടങ്ങണം. ഇതൊന്നും പ്രതിപക്ഷ പാർട്ടിയുടെ വിമർശനമല്ലെന്ന് ഓർക്കണം. കോടതിക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥ എത്രയെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. സന്ദേശ് ഖാലിയിൽ തൃണമൂൽ നേതാക്കളുടെ ആക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ ഒത്താശയോടെയാണ് ഇവർ ഒളിവിൽ കഴിയുന്നതും. കോടതി വിമർശിച്ചിട്ട് പോലും പോലീസ് അക്രമികൾക്കൊപ്പം നിൽക്കുന്നത് മമതയുടെ താൽപ്പര്യപ്രകാരമാണ്. കൽക്കട്ട ഹൈക്കോടതിയുടെ അനുമതിയോടെ സന്ദേശ് ഖാലിയിലെത്തിയ സുവേന്ദു അധികാരിക്ക് കടുത്ത എതിർപ്പാണ് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാക്കളെ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള അടവാണ് പോലീസ് പ്രയോഗിച്ചത്. കോടതി ഉത്തരവ് ഹാജരാക്കിയ ശേഷമാണ് സുവേന്ദു അധികാരിയെ സന്ദേശ് ഖാലിയിലേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായത്. ജനങ്ങളെ നേരിൽ കണ്ട സുവേന്ദുവിനോട് അവർ തങ്ങൾ അനുഭവിക്കുന്ന ഭീകരാവസ്ഥ വിവരിക്കുകയുണ്ടായി. സന്ദേശ് ഖാലിയിൽ മമതാ ഭരണത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും സ്വന്തം പാർട്ടിക്കാരെയും പോലീസിനെ ഉപയോഗിച്ച് മമത ഭീകരാവസ്ഥ സൃഷ്ടിക്കുകയാണ്. സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിച്ചാൽ അധികാരം നഷ്ടമാവുമെന്ന ഭയമാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40 സീറ്റിൽ 18 സീറ്റ് നേടി വൻ കുതിപ്പ് നടത്തിയ BJP അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും നേടുമെന്ന് മമതയ്ക്ക് ആശങ്കയുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും അക്രമങ്ങളും പിടിമുറുക്കിയിരിക്കുന്ന ബംഗാൾ തകർച്ചയുടെ വക്കിലാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഫാസിസത്തെ അധികാരത്തിൽ നിന്നിറക്കി ഭരണം പിടിച്ച മമത മറ്റൊരു ഏകാധിപത്യം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇടതു ഭരണത്തിലെ എല്ലാ അതിക്രമങ്ങളും ബംഗാളിൽ തിരികെ എത്തിയിരിക്കുകയാണ്. അവിടെ ജനാധിപത്യം വീണ്ടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.